നിന്റെ വിശ്വാസം കൈവിടാതെ ഒരിക്കൽ കൂടി തന്നെ ശക്തനാക്കണമേ എന്ന് യഹോവയായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവസാന നിമിഷത്തിലും അനേകം ശത്രുക്കളെ സംഹരിച്ചുകൊണ്ട് വീരമൃത്യു വരിച്ച ആ വീരപുരുഷനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സാംസൺ. നമ്മുടെ ജനത്തെ കൊണ്ടെടുക്കുന്ന സാംസണെ കീഴ്പ്പെടുത്തുവാൻ അവന്റെ അജീയ ശക്തിയെക്കുറിച്ച് അറിയുവാൻ എന്നോട് ഞങ്ങൾ 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു. 3 നീ പരാജയപ്പെട്ടു. അവൻ കൊന്നൊടുക്കിയവരും നിന്റെ ചാർച്ചക്കാരുമുണ്ട്, അത് നീ മറക്കരുത്. അവൻ നമ്മുടെ ദേവനെതിരായി ജനത്തിനെതിരായി നടത്തുന്നു. അവൻ ഇല്ലാതാണ്. അവനെ ബന്ധിക്കാൻ നീ സഹായിച്ചാൽ ഞങ്ങൾ നിനക്ക് 1200 വെള്ളി നാണയങ്ങൾ വീതം പ്രതിഫലമായി തരും. നിന്നെ ഫിലിസ്തീന്റെ അനാദിയായി ഞങ്ങൾ കാണിക്കും. ഇന്ന് നീ ചോദിക്കുന്നത് ഞങ്ങൾ തരും. ഇന്ന് നിന്നെ കാണാൻ അവനിവിടെ വരുന്നു. നമ്മുടെ പടയാളികൾ പുറത്ത് കാവലുണ്ട്. ഞങ്ങൾ ഇവിടെ അകത്ത് ഒളിച്ചിരിക്കും. നീ അവന്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചറിയണം. ഇത് ഞങ്ങളുടെ കൽപ്പനയാണ്. ശരി പ്രഭു. എന്റെ പ്രിയനെ, എന്താണ് അങ്ങ് താമസിച്ചത്? അങ്ങേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പുറത്ത് കാവൽക്കാർ. സാംസൺ, നിനക്കേറെ ശത്രുക്കളുണ്ട്. അവർ എന്നെയും ആക്രമിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. നിന്റെയും എന്റെയും രക്ഷയ്ക്കാണ് കാവൽ. ശത്രുക്കൾ ഒരു ശത്രുവിനും എന്നെ തോൽപ്പിക്കണം. എന്റെ ശക്തി ഈ ജനം കണ്ടതാണ്. ജനം മാത്രമല്ല, ഞാനും അറിഞ്ഞതാണ്. ആ അമാനുഷിക ശക്തിയുടെ രഹസ്യം നീ എന്നോട് പറയില്ലേ സാംസൺ? നിന്റെ ശരീരമല്ല, ശക്തിയാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു സാംസൺ. ഞാൻ നിന്റെ അടിമയാണ്. നീ അടിമയാണ്. എന്റെ ഉന്മാദമാണ്. ഞാനാണ്. എങ്കിൽ പറയൂ, എന്താണ് ആ രഹസ്യം? സാംസൺ, നീ ആദ്യം എന്നോട് പറഞ്ഞു ഉണങ്ങാത്ത 7 ഞാണ്ടുകൊണ്ട് ബന്ധിച്ചാൽ നിന്റെ ശക്തി കുറയുമെന്ന്. രണ്ടാമത് പറഞ്ഞു ഒരിക്കലും ഉപയോഗിക്കാത്ത കയറുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറയുമെന്ന്. മൂന്നാമത് നീ പറഞ്ഞു നിന്റെ 7 മുടിച്ചുകൾ പാവിനോട് ബന്ധിച്ച് നെയ്താൽ നിന്റെ ശക്തി കുറയുമെന്ന്. എന്നാൽ ഇവ 3നും നീ എന്നെ കബളിപ്പിച്ചു. നിന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അതേ ശക്തിയുടെ രഹസ്യം നീ വെളിപ്പെടുത്തുമായിരുന്നു. നീ എന്നോട് ആ രഹസ്യം പറഞ്ഞില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ കാണില്ല സാംസൺ. എനിക്ക് നിന്നോട് പിണക്കമാണ്. പ്രിയ പിണങ്ങ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ സ്നേഹവും ഈ സൗന്ദര്യവും എന്നെ ഉന്മത്തനാക്കും, എന്നെ തളർത്തും. എന്റെ ശക്തിയുടെ രഹസ്യം ഞാൻ പറയാറില്ലേ? നാഥ, പറയൂ. അങ്ങയുടെ ശക്തിയുടെ രഹസ്യം എനിക്ക് ജീവനാണ്. പ്രിയ, ജനനം മുതൽ ഞാൻ യഹോവയുടെ നാസീവൃത്തക്കാരൻ. എന്ന് വെച്ചാൽ മുടി മുറിക്കാത്തവൻ. എന്റെ ഈ മുടി മുറിച്ചാൽ എന്റെ ശക്തി ക്ഷയിച്ച് ഞാനും മറ്റു മനുഷ്യരെ പോലെയാണ്. ഈ രഹസ്യം എന്റെ യഹോവയ്ക്കും എനിക്കും ഇപ്പോൾ നിനക്ക് മാത്രമേ അറിയൂ. മറ്റാരും അതറിയില്ല. ഒരിക്കലും ഇല്ല പ്രിയനെ. അങ്ങ് ശീലനാണ്. ഈ ദാഹജലം കുടിച്ച് അങ്ങ് വിശ്രമിക്കുന്നു.
നമ്മുടെ ജനത്തെ നശിപ്പിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ ദ്രോഹിയെ കൊണ്ടുവരും. ഫിലിസ്തീനെ തോൽപ്പിക്കുന്ന ഇസ്രായേലിന്റെ രാജാവ് 300 കുറുനരികളെ പിടിച്ച് വാലോട് വാലും ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി ഫിലിസ്തീനെ നശിപ്പിച്ചവൻ. ചത്ത കഴുതയുടെ താടിയതുകൊണ്ട് നമ്മുടെ ജനത്തെ കൊന്നവൻ. ശക്തനാണ് പോലും ശക്തൻ. ചൂഴ്ന്നെടുത്ത കണ്ണുകളുമായി ശക്തന് ശക്തൻ. കരുത്തുമകർന്ന കരങ്ങളിൽ വിലങ്ങുവാൻ. നമ്മുടെ ദേവൻ ദാഹോനല്ല, യഹോവയാണ് ജനരക്ഷകൻ എന്ന് പറഞ്ഞവൻ. വരുവിൻ, എല്ലാവരും വരുവിൻ, ഇവനെ ഒന്ന് കാണുക, ഇവന്റെ അഭ്യാസങ്ങൾ കാണുക. സാംസൺ, സാംസൺ, നീ എന്റെ ഹൃദയത്തിലാണെന്ന് ഞാൻ അറിയുന്നു. സാംസൺ, ഞാൻ നിന്നെ വഞ്ചിച്ചു. എന്നോട് ക്ഷമിക്കൂ. കയറുവാണിയും വലിച്ചു പൊട്ടിച്ചവനായ നീ ഈ ചങ്ങല വലിച്ചു പൊട്ടിച്ച് നിന്റെ ശക്തി തെളിയിക്കൂ. സാംസൺ, 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 സാംസൺ. സർവശക്തനായ യഹോവ, എന്നെ ഓർക്കണം. എന്റെ തെറ്റുകളും കുറ്റങ്ങളും എന്നോട് ക്ഷമിക്കണം. എന്റെ ശക്തിയിൽ അഹങ്കരിച്ച് അങ്ങയെ മറന്ന് ഞാൻ നടന്നു. ഇപ്പോൾ ഇതാ ഞാൻ ശത്രുകരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണിന്റെ വെളിച്ചമെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ യാതനയെ അങ്ങ് ശ്രമിക്കണം. അങ്ങനെ ശക്തനാക്കണം. ആരും ആശ്രയമില്ലാത്തവനായി ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നോട് കരുണ കൊണ്ട് ഒരിക്കൽ കൂടി എന്റെ യാതന കേൾക്കണം. ഫിലിസ്തീനോടുകൂടി ഞാനും മരിക്കട്ടെ. രംഗത്ത് സാംസൺ, ജിസ്മോൻ നഗൻകുഴി, ദലീല, ലിസി റജി പഴയപറമ്പിൽ, പ്രഭുക്കന്മാർ ബെന്നി കൊച്ചുപറമ്പിൽ, ഡോളി ജോണി പട്ടമറ്റം, അമല ഐക്കരക്കുന്ന്, രാജാവ് ലിജ കിഴക്കാട്ട്, രാജ്ഞി ഭണി ചെറിയാൻ മേക്കാട്ടുകുന്ന്, ഭടന്മാർ ഫ്രെഡി വട്ടക്കാനായി, ബെന്നി ഒറ്റത്തിമെങ്കിൽ, ആകേഷ് സ്ഥിതി ഒരിടത്തിൽ, തിരക്കഥ സണ്ണി മൂസ, ലിസി, സാങ്കേതിക സഹായം ടോം കളപ്പുര, റോയി അനേറ്റിന, മേക്കപ്പ് സണ്ണി തെക്കേക്കണ്ടം, ഡെബിൻ അവിനാശൻ, ടോം മേലുകാവ്, സംഭാഷണം കലാ സംവിധാനം രംഗസജ്ജീകരണം സംവിധാനം സണ്ണി മൂസ.